Let's start learning English. Hello, welcome to class 25. 25 അല്ലേ? 25 ക്ലാസ്സസ് കഴിഞ്ഞു എന്നല്ല, 25ാമത്തെ ക്ലാസ് നോക്കുന്നു. ദാറ്റ് മീൻസ് ഇന്ന് കഴിയും, ഇപ്പോൾ കഴിയും. ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ഇട്ടോളൂ. ഫസ്റ്റ് അറ്റൻഡൻസ്. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. എന്നിട്ട് നമുക്കൊന്ന് കഴിഞ്ഞു പോയ വാക്കുകളൊക്കെ ഒന്ന് ചികഞ്ഞെടുക്കാം. 20th ക്ലാസ്സിന് ശേഷം ടീച്ചർ ഒരു 4 വാക്കുകൾ ഈ റിപ്പീറ്റഡ് വായനയിൽ നിന്നും മാറ്റി വച്ചു. അത് മനഃപൂർവ്വമല്ല, വിട്ടുപോയതാണ്. ആ 4 വാക്കുകൾ ഇതിൽ ചേർത്തെഴുതിയിട്ടുണ്ട് കേട്ടോ. 20ാമത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച 4 വാക്കുകൾ ടീച്ചർ 21ലും 22ലും 23ലും ഒന്നും പറഞ്ഞില്ല. അതുകൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എനർജറ്റിക് ആയിട്ടിരുന്നോളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടയർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? സ്പീഡിലായിപ്പോയോ ടീച്ചർ വായിച്ചത്? സാരില്ല, കുറച്ച് സ്പീഡിലൊക്കെ വായിക്കാം, ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, എല്ലാവരും 2ാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. 2 എന്ന നമ്പർ ഇടുക, പേരെഴുതുക. ഓക്കെ, അപ്പം നമുക്ക് പുതിയ വാക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വാക്കാണ് ഫ്രീസ്. ഫ്രീസ് ഫ്രീസ് തണുത്തുറക്കുക. ഫ്രീസ് തണുപ്പ് ഉപയോഗിച്ച് ഒരു സംഭവത്തെ കട്ടിയാക്കുക, അല്ലെങ്കിൽ കട്ടിയായി വരുന്നതിനെ, തണുപ്പ് കാരണം കട്ടിയായി വരുന്നതിനെ അല്ലെങ്കിൽ കട്ടിയാക്കുന്നതിനെ നമ്മൾ ഫ്രീസ് എന്ന് പറയും. ഫ്രീസ്, FREEZE, FREEZE, ഫ്രീസ് ഫ്രീസ് ഫ്രീസ്. ഇവിടെ ഫ്രീ എന്ന് പറയുന്നതിൽ നമ്മുടെ ഈക്ക് എന്ത് ശബ്ദമാണുള്ളത്? ലോങ് വവൽ ശബ്ദമാണുള്ളത്. ഓക്കെ, ഫ്രീസ്. സെഡ് കഴിഞ്ഞിട്ടുള്ള ഈ ആക്ച്വലി സൈലന്റ് ആണ്. ഫ്രീസ് ഫ്രീസ് തണുത്തുറക്കുക. ഫ്രീസ്, FREEZE, ഫ്രീസ് ഫ്രീസ് തണുത്തുറക്കുക.
ഓക്കെ, ഇനി തണുത്തുറച്ചു, സംഭവിച്ചു കഴിഞ്ഞു. ഫ്രോസ്, ഫ്രോസ്, ഫ്രോസ്. FROZE, froze. FREEZE, freeze. FROZE, froze. തണുത്തുറക്കപ്പെട്ടു. Frozen, frozen. Freeze, froze, frozen. Freeze, froze, frozen. Freeze, froze, frozen. Okay? V1 form, base form, freeze. V2 form, past form, froze. V3 form, past participle form, frozen. V1 form, base form, freeze. V2 form, past form, froze. V3 form, past participle form, frozen. Freeze, froze, frozen. Freeze, froze, frozen. Okay അല്ലേ? ഓക്കെ, തണുത്തുറക്കുന്നു. ഓക്കെ, ഫ്രീസിങ്, ഫ്രീസിങ്. ഫ്രീസ്, ഫ്രോസ്, ഫ്രീസിങ്. ഫ്രീസ്, ഫ്രോസ്, ഫ്രീസിങ്. തണുത്തുറക്കുക, ഫ്രീസ്. തണുത്തുറച്ചു, ഫ്രോസ്. തണുത്തുറക്കുന്നു, ഫ്രീസിങ്. ഫ്രീസ്, ഫ്രോസ്, ഫ്രീസിങ്. നമ്മുടെ V4 ഫോമായ ING ഫോം, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ഫോമിലേക്ക് ING ചേർക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ING ചേർക്കുന്ന സമയത്ത് FREEZE എന്നുള്ളതിൽ അവസാനത്തെ E എന്ത് ചെയ്യുന്നു? പോകുന്നു, എന്നിട്ട് ING ചേരുന്നു. ഫ്രീസിങ്, FREEZING, freezing, freezing. Freeze, froze, freezing. Freeze, froze, freezing. V1 form, base form, freeze. V2 form, past form, froze. V3 form, past participle form, frozen. V4 form, present participle form, freezing. V5 form, third person singular present form, freezes. Okay, freezes. അതിലെങ്ങനെയാണ്? FREEZES, freezes. Okay? V1 form, base form, freeze. V2 form, past form, froze. V3 form, past participle form, frozen. V4 form, present participle form, freezing. V5 form, third person singular present form, freezes. Okay? Freeze, froze, frozen, freezing, freezes. Freeze, froze, frozen, freezing, freezes. V1 form, base form, freeze. V2 form, past form, froze. V3 form, past participle form, frozen. V4 form, present participle form, freezing. V5 form, third person singular present form, freezes. Okay, freezes. Okay അല്ലേ? അപ്പം നമുക്ക് സെൻറ്റൻസസിൽ കൊണ്ടിടാം. Don't freeze in the cold. Don't freeze in the cold. Don't freeze in the cold. തണുപ്പിൽ മരവിക്കരുത്. അത് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് അല്ലേ? സെൻറ്റൻസ് ആണ്. എന്താണ്? നമ്മൾ പുതച്ച് കിടക്കാതിരിക്കുക, നേരെ, അതായത് തണുപ്പ് കാലത്ത് പുതച്ച് കിടക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂട് കിട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പൊതുവെ പേരൻസ് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഫ്രണ്ട്സും ചിലപ്പോഴും പറയാറുണ്ട്. എന്താണ്? തണുത്ത് മരവിക്കണ്ട എന്ന്. അത് തന്നെ. ഓക്കെ, ഡോണ്ട് ഫ്രീസ് ഇൻ ദ കോൾഡ്.
Don't freeze in the cold. തണുപ്പിൽ മരവിക്കരുത് അല്ലെങ്കിൽ തണുപ്പത്ത് മരവിക്കണ്ട. ഓക്കെ, ഡോണ്ട് ഫ്രീസ് ഇൻ ദ കോൾഡ്. The lake froze solid last winter. 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 കഴിഞ്ഞ വിൻ്റർ, ശൈത്യകാലം, മഞ്ഞുകാലം. ഓക്കെ, കഴിഞ്ഞ മഞ്ഞുകാലത്ത് തടാകം പൂർണ്ണമായും തണുത്തുറച്ചു. കഴിഞ്ഞ മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്ത് തടാകം പൂർണ്ണമായും തണുത്തുറച്ചു. The lake froze solid last winter. The lake froze solid last winter. കഴിഞ്ഞ മഞ്ഞുകാലത്ത് തടാകം പൂർണ്ണമായും തണുത്തുറച്ചു. ഓക്കെ, the lake froze solid last winter. അടുത്തത്, the pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. പൈപ്പുകൾ കുറഞ്ഞ താപനില, ടെമ്പറേച്ചർ, താപനില, ടെമ്പറേച്ചർ, കുറഞ്ഞ താപനില കാരണം പൈപ്പുകളെല്ലാം തണുത്തുറച്ചു. പൈപ്പുകൾ കുറഞ്ഞ താപനില കാരണം തണുത്തുറച്ചു. ഹാവ് ഫ്രോസൺ, പൈപ്പ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്, സിംഗുലർ പൈപ്പാണെങ്കിലോ ഹാസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഹാവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഹാവ്, ഹാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് തന്നെയാണ് കൂടെ ഉണ്ടാവുക, വെർബിൻ്റെ V3 ഫോം. ഇവിടെ ഫ്രോസൺ. ഓക്കെ, the pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The water is freezing. The water is freezing. ഇവിടെ is freezing എന്ന് പറയുമ്പോൾ തണുത്തുറക്കുകയാണ് എന്ന അർത്ഥത്തിൽ പറയാം. അതുപോലെ തന്നെ തണുപ്പുണ്ട്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേ സെൻറ്റൻസ് യൂസ് ചെയ്യും. ശരിക്കും ആ തണുപ്പുള്ളത് എന്തുകൊണ്ടാണ്, തണുത്തുറക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണത് പറയുന്നത്. ഓക്കെ, ദ വാട്ടർ ഇസ് ഫ്രീസിങ്, വെള്ളം തണുത്തുറക്കുന്നു അല്ലെങ്കിൽ തണുത്തുറച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അർത്ഥം പറയുമെങ്കിലും മലയാളത്തിൽ നമ്മൾ വെള്ളം തണുത്തുറച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ല. നമ്മൾ പറയും എന്താണ്, തണുത്ത വെള്ളമില്ലേ, അയ്യോ വെള്ളത്തിന് നല്ല തണുപ്പാന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ വാട്ടർ ഇസ് ഫ്രീസിങ് എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ വാക്കർത്ഥം വെച്ച് വരുമ്പോൾ തണുത്തുറച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ദ വാട്ടർ ഇസ് ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ല തണുപ്പാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ വാട്ടർ ഫ്രീസസ് at 0 degrees Celsius. The water freezes at 0 degrees Celsius. The water freezes at 0 degrees Celsius. Okay? എന്താണ് പറയുന്നത്? വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലാണ് തണുത്തുറക്കുന്നത് അല്ലെങ്കിൽ തണുത്തുറക്കുക, അങ്ങനെയൊക്കെ പറയാം. ഇതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് നോക്കണം, തേർഡ് പേഴ്സൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ സിംഗുലർ ആണ്, സോ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, V5 ഫോം, തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം. ഓക്കെ, ദ വാട്ടർ ഫ്രീസസ് at 0 degrees Celsius. The water freezes at 0 degrees Celsius. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ സെൻറ്റൻസസ് ഒക്കെ ഒരു 3 തവണ വെച്ച് വായിച്ചോളൂ. നമുക്ക് തുടങ്ങാം. Don't freeze in the cold.
Don't freeze in the cold. Don't freeze in the cold. The lake froze solid last winter. 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 The pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The pipes have frozen due to the low temperatures. The water is freezing. The water is freezing. The water is freezing. The water freezes at 0 degrees Celsius. The water freezes at 0 degrees Celsius. The water freezes at 0 degrees Celsius. ഓക്കെ അല്ലേ മക്കളെ? വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ, ഫ്രീസിങ്, ഫ്രീസസ്. അങ്ങനെ തേർഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. എന്നിട്ട് നാലാമതായിട്ട് ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ പേജിൽ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വാക്കുകളുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ടൈപ്പ് ചെയ്ത് ഇടുക. ഓക്കെ, അതാണ് ഫോർത്ത് കമൻറ്റ്. ഓക്കെ, എല്ലാവരും ചെയ്യണേ. നമുക്കിനി അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത വാക്കാണ് നൽകുക അല്ലെങ്കിൽ കൊടുക്കുക. ഗിവ്. ഗിവ്. GIVE. ഗിവ്. 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 നൽകുക അല്ലെങ്കിൽ കൊടുക്കുക. ആ ചിത്രം നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ്? ഒരു വാച്ച് കെട്ടിയ റിസ്റ്റോട് കൂടിയ ഒരു കൈയുള്ള, മറ്റേ കൈയിൽ ഒന്നും കെട്ടിയിട്ടും ബാംഗിൾസ് ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെയുള്ള രണ്ട് കൈകളുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന് വേറൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, നൽകുകയാണ്. ഗിവിങ്. ഓക്കെ, വലതുവശത്തതാ ഒരു കുഞ്ഞ് ഒരു അമ്മയ്ക്ക്, ടീച്ചർ അമ്മ എന്ന് പറയാൻ കാരണം എന്താണ്? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ആ കുട്ടി അമ്മയ്ക്കാണ് കൊടുക്കുന്നത്? അതെന്തുകൊണ്ട് ഒരു ടീച്ചർക്ക് കൊടുക്കുന്നത് ആയിക്കൂടാ? അതൊന്ന് പറയണേ, അത് കമൻറ്റിൽ പറയണേ. എന്തുകൊണ്ടാണ് അമ്മയാണ് ആ ലേഡി എന്ന് ടീച്ചർ പറഞ്ഞത്? ഓക്കെ, ഇവിടെ എന്തായാലും ഈ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്? രണ്ട് സൈഡിലും, ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ഉള്ള ഗ്രാഫിക്സിൽ എന്താ കാണിക്കുന്നത്? കൊടുക്കുകയാണ് അല്ലേ? കൊടുക്കുന്നു, കൊടുക്കുക, നൽകുക. ഗിവ്. GIVE. ഗിവ്. അടുത്തത് കൊടുത്തു അല്ലെങ്കിൽ നൽകി എന്ന് പറയണം. ഗേവ്. 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 ഓക്കെ, ഗിവ് കൊടുക്കുക. ഗേവ് കൊടുത്തു. ഗിവൻ കൊടുക്കപ്പെട്ടു. ഓക്കെ, ഗിവ്, ഗേവ്, ഗിവൻ. ഗിവ്, ഗേവ്, ഗിവൻ. V1 form, base form, give. V2 form, past form, gave. V3 form, past participle form, given. Give, gave, given. Give, gave, given. V1 form, base form, give. V2 form, past form, gave. V3 form, past participle form, given. Give, gave, given. Give, gave, given. Give നൽകുക, കൊടുക്കുക. Gave നൽകി, കൊടുത്തു. ഓക്കെ, V1 form, base form, give. V2 form, past form, gave. V3 form, past participle form, given. Okay അല്ലേ? ഇനി എന്താണ്?
നൽകുന്നു, കൊടുക്കുന്നു. ING ഫോം അല്ലേ? ING ഫോം എന്ന് ഇനി പറയണോ? വേണ്ടതില്ല. എന്തേ? V4 ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. V4 പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഗിവിങ്. ഇവിടെ ഗിവ് എന്ന ബേസ് ഫോമിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കുവാണ്. അപ്പോഴേ I പോകും. എന്നിട്ട് ഗിവിങ്. GIVING. 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 ഗിവിങ്. ഗിവിങ്. ഗിവ്, ഗേവ്, ഗിവിങ്. ഗിവ് നൽകുക, കൊടുക്കുക. ഗേവ് നൽകി, കൊടുത്തു. ഗിവിങ് നൽകുന്നു, കൊടുക്കുന്നു. കൊടുക്കുക, ഗിവ്. കൊടുത്തു, ഗേവ്. കൊടുക്കുന്നു, ഗിവിങ്. നൽകുക, ഗിവ്. നൽകി, ഗേവ്. നൽകുന്നു, ഗിവിങ്. V1 ഫോം ബേസ് ഫോം ഗിവ്. V2 ഫോം പാസ്റ്റ് ഫോം ഗേവ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൻ. V4 ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവിങ്. V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസന്റ് ഫോം ഗിവ്സ്. ഇവിടെ ഗിവ്സ് GIVES. GIVE plus S. GIVES. Okay? Give, gave, gives. V1 form base form give. V2 form past form gave. V3 form past participle form given. V4 form present participle form giving. V5 form third person singular present form gives. Give, gave, given, giving, gives. Give, gave, given, giving, gives. V1 form base form give. V2 form past form gave. V3 form past participle form given. V4 form present participle form giving. V5 form third person singular present form gives. Give, gave, given, giving, gives. ഇനി നമുക്ക് ഗിവിനെ കൊണ്ടുപോയിട്ട് സെന്റൻസസിൽ ഇടാം. Please give me the book. Please give me the book. Please give me the book. എന്താണ്? ദയവായി ആ പുസ്തകം എനിക്ക് തരൂ. Please give me the book. ദയവായി ആ പുസ്തകം എനിക്ക് തരൂ. അവിടെ ആ പുസ്തകം, ദ ബുക്ക്. ദ ബുക്ക് എന്നുള്ളത് കൊണ്ടാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. എ ബുക്ക് ആണെങ്കിലോ, ദയവായി ഒരു പുസ്തകം എനിക്ക് തരൂ, ഏതെങ്കിലും ഒരെണ്ണം. ഇത് ദ ബുക്ക്. ദ ബുക്ക് എന്ന് പറയുന്ന സമയത്ത് ഏതോ ഒരു പുസ്തകത്തെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ച്, അത് കൈകൊണ്ട് ചൂണ്ടണം എന്നില്ല, നമ്മളെ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പുസ്തകം. ഓക്കെ? പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. ദയവായി ആ പുസ്തകം എനിക്ക് തരൂ. ഓക്കെ? പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. She gave a thoughtful present. She gave a thoughtful present. അവൾ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സമ്മാനം നൽകി. ചിന്തനീയം, അതായത് ചിന്തയുണ്ട്, നമ്മളെക്കുറിച്ച് ചിന്തയുണ്ട് എന്ന അർത്ഥം വരുന്നതാണ് ഈ തോട്ട്ഫുൾ. ഹി ഈസ് വെരി തോട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ്, പരിഗണിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്, ജസ്റ്റ് എന്താണ്, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, 50 രൂപയ്ക്ക് എന്താ കിട്ടുക, അത് കൊടുത്തോ, പാക്ക് ചെയ്തോളൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അതൊരു ചടങ്ങ് തീർക്കും പോലെ. തോട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി, നമ്മൾ കൊടുക്കാൻ പോകുന്ന ആളുകളുടെ താല്പര്യം, ഇഷ്ടം, അവരുടെ കയ്യിലുണ്ടോ ഇല്ലയെന്നൊക്കെ ചെക്ക് ചെയ്ത് ചിന്തിച്ച് അവർക്ക് യോജിച്ചതായിട്ടൊരു സംഗതി കൊടുക്കുന്നു. അതിനെയാണ് തോട്ട്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ? ഓക്കെ? ഷീ ഗേവ് എ തോട്ട്ഫുൾ പ്രസൻറ്റ്. അവൾ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സമ്മാനം നൽകി. അടുത്തത്, they have given their best effort. They have given their best effort. They have given their best effort. എന്താണ് അത്? കുറച്ച് ശ്രദ്ധിക്കണം അതിൻ്റെ അർത്ഥം പറയുമ്പോൾ. ഇപ്പോൾ ഡയറക്റ്റ് അർത്ഥം പറയുവാണെങ്കിൽ എന്താണ്, അവർ
അവരുടെ ബെസ്റ്റായിട്ടുള്ള ഏറ്റവും മികച്ച പരിശ്രമം നൽകിയിരുന്നു. അവർ അവരുടെ ഏറ്റവും മികച്ച പരിശ്രമം നൽകിയിരുന്നു. ഇപ്പം നമ്മൾ വാക്ക് വെച്ച് അർത്ഥം പറയുവാണെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം. അവർ അവരുടെ ഏറ്റവും മികച്ച പരിശ്രമം നൽകിയിരുന്നു. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അർത്ഥം വെക്കണ്ട. അവർ അവരുടെ പരമാവധി പരിശ്രമിച്ചു. അവർ അവരുടെ പരമാവധി പരിശ്രമിച്ചു എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള ഒരു രീതിയാണ്. അത് നമ്മൾ ഓരോ വാക്ക് വെച്ച് അർത്ഥം പറയുമ്പോൾ ആ രീതിയിലാണ് വരിക. ഓക്കെ, ദേ ഹാവ് ഗിവൻ their best effort. They have given their best effort. Okay? They are giving free samples. They are giving free samples. They are giving free samples. അവർ സൗജന്യ സാമ്പിളുകൾ നൽകുന്നു. ദേ ആയതുകൊണ്ടാണ് ആർ ഗിവിങ്. ഹി അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ ഇസ് ഗിവിങ് നാവും. കാരണം എന്തേ? ഹി ഷീ ഒക്കെ എന്താണ്? സിംഗുലർ ആണ്. ദേ പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ. അവർ ഒന്നിൽ കൂടുതൽ പേര്. ഓക്കെ, ദേ ആർ ഗിവിങ് ഫ്രീ സാമ്പിൾസ്. അവർ സൗജന്യ സാമ്പിളുകൾ നൽകുന്നു. ദേ ആർ ഗിവിങ് ഫ്രീ സാമ്പിൾസ്. അടുത്തത്, he gives generously to charity. He gives generously to charity. He gives generously to charity. അവൻ ദാനധർമ്മങ്ങൾക്ക് ഉദാരമായി നൽകും, നൽകാറുണ്ട്, നൽകുന്നു, നൽകി വരുന്നു, എങ്ങനെ വേണേലും പറയാം. കാരണം ഇത് ആളുടെ ശീലമാണ്. നമുക്ക് മലയാളത്തിൽ ശീലങ്ങൾ പറയാൻ പല രീതികളുണ്ട്. ഓക്കെ, he gives generously to charity. He gives generously to charity. He gives generously to charity. അവൻ ദാനധർമ്മങ്ങൾ, ഈ ചാരിറ്റി എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വോളണ്ടറിലി കൊടുക്കുന്ന സഹായങ്ങളാണ്. ഓക്കെ, ദാനധർമ്മങ്ങൾ. ഓക്കെ, അവൻ ദാനധർമ്മങ്ങൾക്ക് ഉദാരമായി നൽകുന്നു. ജനറസ്ലി, ഉദാരമായി. ഓക്കെ, he gives generously to charity. He gives generously to charity. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസസ് ഒന്ന് വായിച്ചാലോ? ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണേ. എല്ലാ സെൻറ്റൻസസും ഒരു 3 ടൈംസ് ആയിക്കോട്ടെ. ഓക്കെ, പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. പ്ലീസ് ഗിവ് മീ ദ ബുക്ക്. She gave a thoughtful present. She gave a thoughtful present. She gave a thoughtful present. They have given their best effort. They have given their best effort. They have given their best effort. They are giving free samples. They are giving free samples. They are giving free samples. He gives generously to charity. He gives generously to charity. He gives generously to charity. Okay, എല്ലാവരും give, gave, given, giving, gives. V1, V2, V3, V4, V5 forms of give. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. അടുത്ത അറ്റൻഡൻസ് ആണത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പഠിച്ച 2 വാക്കുകൾ നോക്കാം. അതിനുശേഷം ഓട്ടമാണല്ലേ? റേസ്, ഓട്ട മത്സരം, റേസ്. ഓക്കെ, ഇന്ന് പഠിച്ച 2 ആക്ഷൻ വേർഡ്സ്: ഫ്രീസ്, ഗിവ്. ഫ്രീസ്, ഗിവ്. ഫ്രീസ് തണുത്തുറക്കുക, ഗിവ് നൽകുക, കൊടുക്കുക. ഓക്കെ, V1 form base form freeze, V2 form past form froze, V3 form past participle form frozen, V4 form present participle form freezing,
V5 form, third person singular present form, freezes. Freeze, froze, frozen, freezing, freezes. Freeze, froze, frozen, freezing, freezes. അടുത്ത വാക്ക് give. V1 form, base form, give. V2 form, past form, gave. V3 form, past participle form, given. V4 form, present participle form, giving. V5 form, third person singular present form, gives. Give, gave, given, giving, gives. Give, gave, given, giving, gives. എന്ത് ചെയ്യണം? ഈ രണ്ട് വാക്കുകളും ഈ രണ്ട് വാക്കുകളുടെയും V1, V2, V3, V4, V5 ഓക്കെ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഇനി നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? എനർജറ്റിക് അല്ലേ? ഓക്കെ, ഓക്കെ, റെഡി? 1, 2, 3, start. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives.
fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. എല്ലാവർക്കും പറയാൻ കിട്ടിയോ? ലാസ്റ്റ് ടീച്ചർ പാട്ട് പാടുന്ന പോലെ ആയോ? എനിക്ക് തന്നെ ട്യൂൺ വന്നതുപോലെ തോന്നി. എന്തെങ്കിലും ആവട്ടെ. അപ്പം നമ്മൾ പുതിയതായിട്ട് 2 വാക്കുകളും നമ്മൾ ഇന്നലെ വരെയായിട്ട് പഠിച്ചത് 53 വാക്കുകളുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇന്ന് പഠിച്ച 2 വാക്കുകൾ ഇവിടെ കമൻറ്റ് ചെയ്യുക, ലാസ്റ്റ് അറ്റൻഡൻസ്. ഓക്കെ, അപ്പോൾ പേരെഴുതിയിട്ട് തന്നെ ചെയ്യണേ. കാരണം എനിക്ക് ഓരോരുത്തരുടെയും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പേരും എനിക്ക് അങ്ങനെ ചിലതൊക്കെ ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവുന്നില്ല. അതുകൊണ്ട് പേരെഴുതിയിട്ട് തന്നെ ലാസ്റ്റ് അറ്റൻഡൻസ് ഇടുക. ഇന്ന് പഠിച്ച 2 ആക്ഷൻ വേർഡ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.